നമസ്കാരം സുഹൃത്തുക്കളെ. തമിഴ്നാടിൻ്റെ മുൻ BJP സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന മുൻ IPS-കാരൻ കെ അണ്ണാമലൈ അഥവാ അണ്ണാമലൈ കുപ്പുസ്വാമി BJP-യിൽ നിന്ന് രാജിവെച്ചു എന്ന വാർത്ത കുറച്ച് മണിക്കൂറുകളായി നമ്മുടെ രാജ്യത്തൊട്ടാകെ മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആദ്യം ഈ വാർത്ത പടച്ചുവിട്ടത് DMK-യുടെ ഉടമസ്ഥതയിലുള്ള ഒരു മാധ്യമമായിരുന്നു. തുടർന്ന് അത് ഏറ്റുപിടിച്ച് പാടിയത് കേരളത്തിലെ മാപ്രകളാണ്. ഏറ്റവും ഒടുവിൽ ദേശീയ മാധ്യമമായിട്ടുള്ള റിപ്പബ്ലിക് TV-യിൽ വരെ അങ്ങനെ ഒരു വാർത്ത വന്നു. അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ രാജിവെച്ചു, രാജിക്കത്ത് കൈമാറി എന്ന തരത്തിൽ. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഇതിന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അണ്ണാമലയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര BJP-യുടെ ഭാഗത്തു നിന്നോ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുൻപത്തെ നിമിഷത്തിൽ വരെ ഞാൻ കയറി അണ്ണാമലയുടെ സോഷ്യൽ മീഡിയ പേജ് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും പ്രൊഫൈൽ പിക്ചർ അദ്ദേഹത്തിൻ്റെ മുഖമാണ്, കവർ പിക്ചർ മോദിയും അമിത്ഷായും ഒക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു സൂചന ആ നേതാവ് തൻ്റെ അണികൾക്ക് കൊടുക്കും. ഒരുപക്ഷെ അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ BJP-യിൽ, അതായത് അണ്ണാമലയെ കണ്ടിട്ട് BJP ആയ ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിലുണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് സമൂഹത്തിലൊക്കെ വലിയ നിലയും വിലയുമുള്ള ഒരു ഉദ്യോഗം കൈയാളിക്കൊണ്ടിരുന്ന ആളാണ്, IPS-കാരനാണ്. അത് ഇട്ടെറിഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്, BJP-കാരനായത്, അതുവഴി BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് ധാരാളം അണികൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിൽ BJP-കാരും BJP-കാരല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ പുതിയൊരു പാർട്ടി അദ്ദേഹം രൂപീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ചില സൂചനകൾ തീർച്ചയായിട്ടും മുന്നേ തന്നെ അദ്ദേഹം കൊടുത്തിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളോ ഏറ്റവും അവസാനം അദ്ദേഹം സംസാരിക്കുന്ന വിഷ്വലോ ഒക്കെ എടുത്താലും നമുക്ക് അങ്ങനെ യാതൊരു സൂചനയുമില്ല. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും BJP-യുമായിട്ടല്ല, യഥാർത്ഥത്തിൽ BJP-യുടെ സഖ്യകക്ഷിയായിട്ടുള്ള അണ്ണാ DMK ആയിട്ടാണ് അദ്ദേഹത്തിന് സ്വരച്ചേർച്ചയില്ലായ്മ ഉള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ചിലർ മോശക്കാരാണെങ്കിലും അഴിമതിയൊക്കെ നടത്തിയിട്ടുള്ളതാണെങ്കിലും അധികാരം പിടിക്കാൻ വേണ്ടി ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചുകൊണ്ട് കണ്ണടയ്ക്കാറുണ്ട്. അതെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് ആരും ഒഴിഞ്ഞു നിൽക്കാറില്ല. തരാതരം പോലെ കൂട്ടുകൂടുകയും കൂട്ടുവെട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ അണ്ണാമല അങ്ങനെ ഒരു വ്യക്തിയല്ല. അണ്ണാമല എന്നത് ഒരു കറം ഉരുളാത്ത വ്യക്തിത്വമാണ്. അപ്പോൾ ആ മനുഷ്യന് ഒരുപക്ഷെ ഇത്തരം ഈ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അദ്ദേഹത്തിന് അംഗീകരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് തന്നെയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3% ഉണ്ടായിരുന്ന BJP ഏതാണ്ട് 11%-ലേക്ക് എത്തിച്ചത്. പിന്നെ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ നോക്കി. പക്ഷേ അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും കിട്ടിയില്ല. പക്ഷേ വോട്ട് കിട്ടി, ശതമാനവും കൂടി. അപ്പോൾ ഒരുപക്ഷേ കേന്ദ്ര BJP വിചാരിച്ചു കാണും തമിഴ്നാട്ടിൽ ഒരു സഖ്യകക്ഷിയെ കൂടെ കൂട്ടാവുന്നു. അതിനായി പക്ഷേ അവർ കണ്ടെത്തിയത് അഴിമതിയുടെ കൂമ്പാരം തന്നെയുള്ള അണ്ണാ DMK പാർട്ടിനെയാണ്. ആരുടെ നേതൃത്വത്തിലാണ് ആ പാർട്ടി എന്ന് തന്നെ അതിലെ അണികൾക്ക് പോലും സംശയമുള്ള ആണ്. ആ ഒരു പാർട്ടിനെയാണ് സഖ്യകക്ഷിയായിട്ട് കൂട്ടുപിടിക്കുന്നത്. അവരുടെ ആദ്യത്തെ ഡിമാൻഡ് എന്നത് അണ്ണാമലയെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുക എന്നതാണ്. ഒടുവിൽ കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ അവിടെ നിന്ന് മാറ്റുന്നു. അപ്പോൾ മുതൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അനിഷ്ടമുണ്ട്. പക്ഷേ അദ്ദേഹം മറ്റു ചിലരെ പോലെ BJP-ക്കെതിരെ തിരിയുകയോ BJP-ക്കെതിരെ മോശമായിട്ട് പറയുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമെന്നും അതിന് അവിടുത്തെ സൂപ്പർ സ്റ്റാർ മാത്രമല്ല, അദ്ദേഹം സൂപ്പർ സ്റ്റാർ എന്ന പേരിലാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നത്. രജനീകാന്തിൻ്റെ ആശീർവാദമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെ പല വാർത്തകളും പല കഥകളും നമ്മുടെ മാധ്യമങ്ങളെല്ലാം പടച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അണ്ണാമലയും ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടനയിൽ ഈ രാജ്യത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി തിരിച്ചു വരുന്ന ഒരു രംഗം എന്ന് ആലോചിച്ച് നോക്കും. ഒരാൾക്കും പിന്നെ ഒന്നും പറഞ്ഞ് വിമർശിക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റിയോ ഒന്നും ആർക്കും പറയാൻ മേലാത്ത പരുവത്തിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ BJP-കാർ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിനെതിരെ BJP-കാർ തന്നെ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന സമയമാണ്. പുനഃസംഘടന വേണമെന്നും അദ്ദേഹത്തിനെ ആ വകുപ്പ് മാറ്റണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് BJP-യിൽ നിന്ന് തന്നെ എതിർസ്വരം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാവരുടെയും നാവടയ്ക്കാൻ ഒറ്റയടിക്ക് അവിടേക്ക് അണ്ണാമലയെ അവർ വാഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് ആലോചിച്ച് നോക്കും. BJP-ആണ്, പറയാൻ പറ്റില്ല. ഇതുവരെ അണ്ണാമലയുടെ രാജിയെപ്പറ്റി ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. നാളെ ഒരുപക്ഷെ അണ്ണാമലയെ കേന്ദ്രമന്ത്രിയായിരുന്നൊരു വാർത്ത കേട്ടാൽ ഇതുവരെ വാർത്ത പടച്ചു വച്ചുകൊണ്ടിരുന്ന മാപ്രകളൊക്കെ തിരിച്ചു പറയേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒന്നാമത് പാർട്ടി BJP-ആണ്. അവിടെ കോർ കമ്മിറ്റിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ അവർ ഔദ്യോഗികമായിട്ട് പറയാതെ പുറത്തൊരു മനുഷ്യൻ പോലും അറിയില്ല. അതാണ് ഇത്രയും കാലമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരുപക്ഷെ അണ്ണാമലയുടെ കേസിലും സംഗതി അങ്ങനെ തന്നെ വരാനാണ് എല്ലാ സാധ്യതയും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു മാറ്റവും ഇല്ല. അദ്ദേഹം ഞാൻ രാജിവെച്ചെന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തിനോട് പറഞ്ഞിട്ടുമില്ല. നമ്മൾ കേട്ട വാർത്ത എന്നത് മാപ്രകൾ നമുക്ക് വിളമ്പിത്തുന്ന വാർത്തയാണ്. മാപ്രകൾക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപക്ഷെ നാളെ മറിച്ചായിരിക്കാം വാർത്ത വരുന്നത്. അത് പക്ഷേ ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞതിന് ശേഷം മാത്രം, അല്ലാതെ ബാക്കിയുള്ള കഥമേനയിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാപ്രകളുടെ അഭ്യാസം മാത്രമാണ്.